ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഡോക്ടർ സുമാ ബാലൻ. ഞാൻ കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് റുമറ്റോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മാർച്ച് 18 എല്ലാ വർഷവും നമ്മൾ വേൾഡ് യങ് റുമാറ്റിക് ഡിസീസസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ദിവസമാണ്. ഈ ദിവസം കുട്ടികളുടെ വാതരോഗങ്ങളെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. എത്ര പേർക്കറിയാം കുട്ടികൾക്കും വാതരോഗങ്ങൾ വരാം? കുട്ടികളുടെ വാതരോഗങ്ങൾ കുറേ തരത്തിലുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ജുവനൈൽ ഇഡിയോപ്പത്തിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ്. അതേപോലെ നമുക്ക് ജുവനൈൽ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ്, ജുവനൈൽ ഡെർമറ്റോമയോസൈറ്റിസ്, വാസ്കുലൈറ്റിസ്, ഇങ്ങനെ വേറെ കുറേ തരത്തിൽ അസുഖങ്ങളും ഉണ്ട്. കുട്ടികളുടെ വാതരോഗങ്ങൾ വളരെ പൊടി കുഞ്ഞുങ്ങളായിട്ട് തന്നെ തുടങ്ങാൻ പറ്റും. അവർക്ക് എപ്പോഴെപ്പോഴും വരുന്ന പനിയും സ്കിന്നിലെ മാറ്റങ്ങളും മറ്റ് അവയവങ്ങളൊക്കെ ബാധിക്കുന്ന ഓരോ അസുഖങ്ങളായിട്ടും അത് ജന്മനായ വാതരോഗങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 1 വയസ്സൊക്കെ കഴിയുന്ന കുട്ടികൾക്ക് തന്നെ സന്ധികളിൽ നീരും ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് സന്ധികൾ വളരെ സ്റ്റിഫായിട്ട് നമുക്ക് കാണാം. ഈ സന്ധികളുടെ അസുഖത്തിൻ്റെ കൂടെ തന്നെ കണ്ണിലും വാതരോഗങ്ങൾ വരാം. ക്രോണിക് ആൻറ്റീരിയർ യൂവിയൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഒരു സിംറ്റംസും കാണില്ല. പക്ഷേ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലെങ്കിൽ കാഴ്ച ബാധിക്കാൻ പറ്റിയ അസുഖമാണ്. കുട്ടികളുടെ വാതരോഗങ്ങൾ ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് തന്നെ അതിൻ്റെ എക്സ്പേർട്ടിനെ പോയി കണ്ട് അത് ലക്ഷണങ്ങളൊക്കെ നോക്കിപ്പിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. താങ്ക് യു.